ആ മുത്തശ്ശി, എന്താ മുത്തശ്ശി, ഒരു കാര്യം അത്യാവശ്യമായിട്ട് പറയാൻ വരുമ്പോ പെട്ടെന്ന് നിങ്ങൾ വരണ്ടേ? എന്താടാ കാര്യം? നമ്മുടെ വീട്ടില് കുറെ കാലമായിട്ടൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ, ഒരു വിവാഹ കാര്യം. എനിക്കെപ്പോഴും ബിസിനസിന്റെ തിരക്കുകളാണ്. അതുകൊണ്ട് ജീവിതത്തില് നിർണായകമായ ഒരു കാര്യത്തിന്റെ തീരുമാനം എടുക്കുന്നില്ല. അതല്ലേ എല്ലാവരുടെയും പരാതി. ആ പരാതി പരിഹരിക്കാൻ ഞാൻ തീരുമാനിച്ചു. സത്യമാണോ നീ പറയുന്നേ? ഞാൻ ദേ ഇപ്പൊ മുത്തശ്ശിയോട് പറഞ്ഞതേ ഉള്ളൂ ഇക്കാര്യം. അമ്മയുടെ ഈ ആവലാതി ഞാൻ കേട്ടെന്ന് കൂട്ടിക്കോളും. അതുകൊണ്ടാ പെട്ടെന്നൊരു പരിഹാരമായിട്ട് ഞാൻ കയറി വന്നേ. നാളെ നമ്മൾ എല്ലാരും കൂടെ പെണ്ണ് കാണാൻ പോകുന്നു. പെണ്ണ് കാണാൻ പോകുന്നു? അതെന്തിനാ? നിന്റെ പെണ്ണ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അമ്മായി, ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടൊരു തീരുമാനം ഞാൻ എടുക്കാൻ പോവാ. പെൺകുട്ടി ആരാണെന്ന് ഞാൻ പറയാം. കീർത്തി ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിൽ പങ്കെടുത്തിരുന്നില്ലേ? ബിസിനസ് ലോകത്തിലെ അയൽ ലേഡി എന്നറിയപ്പെടുന്ന സിതാര ശ്രീനിവാസിന്റെ മകൻ ഗാഥാ ശ്രീനിവാസ്. ഇനിയൊരു 10 ജന്മം ജനിച്ചാലും നിനക്ക് എന്നെ മറികടക്കാനാവില്ല. അതെങ്ങനെ ശരിയാവും? അപ്പൊ ഇവളെന്താ ചെയ്യേണ്ടത്? കീർത്തിയോട് പറയാനുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ, ഒരു പുളിങ്കമ്പ് കണ്ടപ്പോ ഞങ്ങളെ മോളെ മറന്നു, കുടുംബക്കാരെ മറന്നു. ഇനിയിപ്പോ ബാക്കിയുള്ള ആലോചനയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊന്നും ഞങ്ങളുടെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? അമ്മായിയുടെ പ്രതിഷേധങ്ങൾ അങ്ങനെ കിടന്നോളൂ. അച്ഛാ, ഇത് അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ആലോചന. എന്റെ ബിസിനസ്സിൽ എനിക്ക് മുന്നേറാൻ ഇതിനേക്കാൾ മികച്ചൊരു അലയൻസ് ഇല്ല. കല്യാണക്കാര്യത്തിലെ ലാഭമാണോ നോക്കുന്നേ? കല്യാണക്കാര്യത്തിലെ ലാഭം നോക്കുന്നതിൽ തെറ്റെന്താ അമ്മേ? സിത്താര ശ്രീനിവാസൻ എനിക്ക് വെച്ച് നീട്ടുന്നത് അവരുണ്ടാക്കിയ വലിയൊരു സാമ്രാജ്യം. അത് തട്ടിക്കളയാനുള്ള മണ്ടത്തരം എനിക്കില്ല. പിന്നെ മുത്തശ്ശിയുടെയും അച്ഛൻ്റെ മുഖത്തുള്ള ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞൂടാ, ഏത് തരക്കാരിയാണെന്ന് അറിഞ്ഞൂടാ. അത് നാളെ പെണ്ണ് കാണാൻ പോകുമ്പോൾ അങ്ങ് തീരും. നിങ്ങളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയും, നവീന് വേണ്ടി ജനിച്ചവളാണ് ഗാഥാ ശ്രീനിവാസ് എന്ന്. അതെനിക്ക് ഉറപ്പാണ്. നാളെ രാവിലെ നമ്മൾ പുറപ്പെടുന്നു. ബാക്കിയെല്ലാം ഗാഥാ ശ്രീനിവാസിനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം.